നമ്മുടെ തൊണ്ടിപ്പുറത്ത് തറവാടാണ് ഈ കാണുന്നത്. അതിഗാംഭീര്യമായിട്ട് തലയുയർത്തി നിൽക്കുന്ന ഈ തറവാടിൻ്റെ ചരിത്രം വളരെ വലുതാണ്. പഴയ കാലത്തെ പടിഞ്ഞാറ്റപ്പുരയുടെ രൂപത്തിലുള്ള വലിയ തറവാടാണ്. ഇവിടുത്തെ കല്ലുകൾക്കും ഇവിടുത്തെ ചുമരുകൾക്കും ഒരുപാട് കഥകൾ പറയാനുണ്ടാകും. വിശാലമായ മുറ്റവും അതുപോലെ തന്നെ വളരെ നല്ല ഒരു കിണറും പണ്ടുകാലത്ത് പശുക്കളെ പറ്റിയ ആലയും എല്ലാം ഈ തറവാടിൻ്റെ അതേപോലെ തന്നെ മഹിമ വിളിച്ചു. പഴയ കാലത്ത് വലിയ വലിയ തറവാടുകളിലുണ്ടായിരുന്ന പത്തായപ്പുര അത് നമ്മുടെ തറവാടിലുമുണ്ട്. ഇതാണ് പത്തായപ്പുര. ഇതിനുള്ളിൽ പഴയ കാലത്ത് തൊണ്ടിപ്പുറത്തുണ്ടായിരുന്ന കളരിയുമായി ബന്ധപ്പെട്ട ഒരുപാട് ശേഷിപ്പുകൾ ഇവിടെ മണ്ണിനടിയിലുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. വളരെ വിശാലമായ ഒരു ഉമ്മറവാണ് ഈ തറവാടിനുള്ളത്. ഇന്ന് വളരെ അപൂർവമായിട്ട് മാത്രമേ ഇത്തരം തറവാടുകൾ നമുക്ക് കാണാൻ കഴിയുള്ളൂ. ഉയർന്ന് തലയെടുപ്പോടുകൂടി നിൽക്കുന്ന തറവാട്. അകത്ത് പടിഞ്ഞാറ്റയും തെക്കിനിയും വടക്കിനിയും അടുക്കളയും എല്ലാമുള്ള പൂർണ്ണ അർത്ഥത്തിലുള്ള ഈ ക്ഷേത്രത്തിലെ മണ്ഡപത്തിലേക്കാണ് ഈ അടുത്ത ദിവസം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പുതുക്കി പണിതതാണ്. വർഷങ്ങൾക്ക് മുമ്പുള്ള മണ്ഡപമായിരുന്നു. അത് കേടുപാടുകൾ വന്ന് കുറച്ച് പോരായ്മകളൊക്കെ വന്നു. ഇപ്പോൾ അത് കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് അത് പുതുക്കി പണിതു. വളരെ മഹത്തരമാണ് ഇവിടുത്തെ ഈ പ്രതിഷ്ഠയും ഗുരുകാരണന്മാരും എല്ലാം. എല്ലാ മലയാള മാസവും 1-ാം തീയതി ഇവിടെ പൂജ നടക്കാറുണ്ട്. അന്ന് മേപ്പാടില്ലത്തെ നമ്പൂതിരിമാരാണ് സ്ഥിരമായിട്ട് നമ്മുടെ ഈ പൂജകൾ ചെയ്യാറുള്ളത്. ഇന്ന് മകരമാസം മകരസംക്രാന്തി ദിനത്തിൽ ശേഷാൽ പൂജ നടക്കുകയാണ്. ആ സമയത്താണ് ഈ ഒരു വീഡിയോ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. ഗുളികൻ തറയാണ് നിങ്ങൾ കാണുന്നത്. ഇത് ഗുരുകാരണന്മാരുടെ പ്രധാന മണ്ഡപം. ഇവിടെ നമ്മുടെ ഗുളികൻ തറ എല്ലാമുണ്ട്. ഇവിടുത്തെ പൂജകൾക്ക് പ്രധാനമായി കാർമ്മികത്വം വഹിക്കുന്നത് ഞാൻ പറഞ്ഞു മേപ്പാടില്ലത്തെ നമ്പൂതിരിയാണ്. ഇന്ന് മേപ്പാടില്ലത്തെ സുബ്രഹ്മണ്യൻ നമ്പൂതിരിയാണ് നമുക്ക് പൂജയ്ക്ക് വേണ്ടി ഇവിടെ